കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. കുഞ്ഞു ശരീരത്തിനകത്ത് അതിൻ്റെ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ പുറത്ത് നമുക്കുണ്ടാകുന്ന 3 സുപ്രധാന മാറ്റങ്ങളെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും പിന്നീട് അങ്ങോട്ടേക്കുള്ള പ്രഗ്നൻസിയുടെ മാസങ്ങളിലുമൊക്കെ പലർക്കും പലതരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന പ്രഗ്നൻസി ലക്ഷണം നിങ്ങൾക്ക് ഉണ്ടായില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ നിങ്ങൾ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും ആ പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളമാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ലൈറ്റായിട്ട് സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഒക്കെ ഉണ്ടായതിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ബ്ലീഡിങ്ങിന്റെ അളവ് കുറവാണെങ്കിൽ 5 ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ കാണുന്നതിൽ ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ്. ചിലർക്ക് ഈ ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിങ്ങിനോടൊപ്പം തന്നെ പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ള ക്രാംപ്സും ഉണ്ടാകും. നമുക്ക് എന്തുകൊണ്ടാണ് പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ള ക്രാംപ്സ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് നമുക്ക് ആ ഒരു മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകാനായിട്ട് തുടങ്ങും. ഈ സ്ട്രെച്ചിങ് എഫക്റ്റ് നമുക്ക് കോൺട്രാക്ഷൻസ് പീരിയഡ്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന യൂട്രൈൻ കോൺട്രാക്ഷൻസ് പോലെയുള്ളതായിരിക്കും നമുക്കുണ്ടാകുന്ന ഈ ഒരു വേദന. നമ്മുടെ യൂട്രസ് ഒന്ന് എക്സ്പെൽ ചെയ്തിട്ട് എല്ലാത്തിനെയും പുറത്തേക്ക് കളയുന്നുണ്ടല്ലോ, അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദനയും അതുപോലെ പീരിയഡ്സിന്റെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ യൂട്രസ് എക്സ്പാൻഡ് ആകുന്നതുമായിട്ടുള്ള ഒരു വേദനയും ഏകദേശം ഒരേപോലെ ആയതുകൊണ്ടാണ് ചിലർക്ക് പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ളൊരു വേദന പ്രഗ്നൻസി സമയത്ത് അനുഭവപ്പെടുന്നത് കേട്ടോ. ഇതൊരിക്കലും പീരിയഡ്സിന്റെ 2ോ 3ോ ഡേ ഉള്ളത് പോലെയുള്ള അസഹനീയമായിട്ടുള്ള വേദനയായിരിക്കില്ല. നമുക്ക് സഹിക്കാൻ പറ്റുന്ന പീരിയഡ്സിന്റെ ഫസ്റ്റത്തെ സ്റ്റേജിൽ ഇതാ ബ്ലഡ് വരാൻ പോകുന്നു എന്ന ഒരു സ്റ്റേജിലും കുറച്ച് ബ്ലഡ് പോയി തുടങ്ങുന്ന സ്റ്റേജിൽ നമുക്കുണ്ടാകുന്ന ചെറിയ വേദന ഉണ്ടാവുമല്ലോ, ഇങ്ങനെയുള്ള വേദനയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ചില ആളുകൾക്ക് ഇതിൻ്റെ കൂടെ ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിങ്ങും ഉണ്ടാകും. അങ്ങനെ പോകുമ്പോൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ആ പോകുന്നത് പീരിയഡ്സ് ആണെന്ന് വിചാരിച്ചിട്ട്. അവിടെയാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ മോണിറ്റർ ചെയ്യേണ്ടത്. അതായത് ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ ചെറുതായിട്ടുണ്ടാവുന്ന സ്പോട്ടിങ്ങും പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിൽ മൂലം ഉണ്ടാകുന്ന ചെറുതായിട്ടുള്ള സ്പോട്ടിങ്ങും ഒക്കെ വളരെ കുറവായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. അതായത് ഒരു പാഡ് ഫുള്ളായിട്ട് നിറയുന്ന രീതിക്കുള്ള ഒരു ബ്ലീഡിങ് ഇതിനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിങ് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങിന്റെ ടെക്സ്ചർ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും ക്ലോട്ട്സ് ഒന്നും ഇല്ലാത്ത ക്ലിയർ ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങിൽ പോകുന്നത്. ഒരുപാട് ദിവസമൊന്നും നീണ്ടു നിൽക്കാതെ ചിലപ്പോൾ ഒരു ദിവസം നമുക്ക് ഉണ്ടാകും, ചിലർക്ക് ഇപ്പോൾ 2 ദിവസമൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പക്ഷെ പോകുന്ന രക്തത്തിന്റെ അളവ് കുറവായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ കൂടി തന്നെ നിങ്ങൾ ആ ശരീരം ഒന്ന് മോണിറ്റർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. കാരണം പിന്നീട് അങ്ങോട്ടേക്കും പ്രഗ്നൻസി ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഈ ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടിങ് നമുക്ക് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്, അതായത് നമുക്ക് ഇംപ്ലാന്റ് ആകുമ്പോൾ ആ ഭാഗത്തെ കുറച്ച് ടിഷ്യൂസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടാണ് ഭ്രൂണം അവിടേക്ക് പറ്റിപ്പിടിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആ ടിഷ്യൂസ് റിമൂവ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സ്പോട്ടിങ് ഉണ്ടാവാം. രണ്ടാമത്തേതാണ് പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഒരു ഏറ്റക്കുറച്ചിൽ. പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഒരു ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഡെഫിഷ്യൻസി ശരീരത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ എൻറ്റയർ 9 months ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്ത സിറ്റുവേഷൻ ആണ് ട്യൂബൽ പ്രഗ്നൻസി. നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പ്രഗ്നൻസി ചിലപ്പോൾ ട്യൂബിൽ ഇംപ്ലാന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചെറിയ ബ്ലീഡിങ് ചിലപ്പോൾ കാണാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഡോക്ടറെ പോയി കാണണം. അടുത്തതാണ് ത്രിട്ടേൺഡ് മിസ്കാരേജ് അല്ലെങ്കിൽ മിസ്കാരേജ് ആകുന്ന സിറ്റുവേഷൻ. ചിലർക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ടായിരിക്കും ഇതുപോലെ പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലുള്ള വേദനയും ബ്ലീഡിങ്ങും ഒക്കെ സ്റ്റാർട്ടായി തുടങ്ങുന്നത്. അങ്ങനെയുള്ള സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള സമയത്ത് ഉടനെ തന്നെ ഡോക്ടറെ പോയി കാണണം കേട്ടോ. രണ്ടാമത്തേതാണ് ഇടുപ്പിൽ നമുക്ക് വേദന ഉണ്ടാവുക. ഏകദേശം നമ്മുടെ ആ ഒരു ഇടുപ്പ് വേദന എന്ന് പറയുമ്പോഴേക്കും ആ അറ്റത്ത് മാത്രമല്ല, നമ്മുടെ ബ്രസ്റ്റ് കഴിഞ്ഞിട്ട് താഴോട്ടുള്ള ആ ഒരു വയറിന്റെ സ്ട്രക്ചർ പോയിട്ടുള്ള ഒരു പോർഷൻ ഇല്ലേ, ആ ഭാഗത്ത് നിങ്ങൾക്ക് വേദന അനുഭവപ്പെടാം. മസിൽസ് ഒക്കെ ഒന്ന് വികസിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഇതിന്റെ ഒരു പുള്ളിങ് എഫക്റ്റും അതുപോലെ റിലാക്സിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ആകുന്നതിന്റെ, റിലാക്സിൻ ഹോർമോൺ ആണ് യൂട്രസിന്റെ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. ഈ റിലാക്സിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ആകുന്നതിന്റെ ഒരു ഭാഗമായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വേദന അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇതൊരിക്കലും നമുക്ക് പീരിയഡ്സിന്റെ സമയത്ത് ഉണ്ടാകുന്നത് പോലെ ഹെവി ആയിട്ടുള്ള ഒരു വേദനയായിരിക്കില്ല.
പല ആളുകൾക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആവുന്നതിന് മുൻപ്, അതായത് പീരിയഡ്സിന്റെ സമയത്തൊക്കെ പലർക്കും ഇത്തരത്തിലുള്ള ഹെവി ആയിട്ടുള്ള വേദന അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്, ബ്ലീഡിങ് പോകുന്ന സമയത്തൊക്കെ. അതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോഴേക്കും ആ പോകുന്ന രക്തത്തിന്റെ അളവ് ഭയങ്കര കുറവായിരിക്കും. അതുപോലെ തന്നെ ആ ഉണ്ടാകുന്ന വേദനയുടെ ഡെപ്തും ഭയങ്കരമായിട്ട് കുറവായിരിക്കും കേട്ടോ. ഇടുപ്പ് വേദന കൂടുതലായിട്ട് ഉണ്ടാകുമ്പോഴും നിങ്ങൾ കൂടുതലായിട്ട് പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പെയിൻ കില്ലേഴ്സ് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ എടുക്കുന്നത് നമുക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തിന് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. കഴിവതും നിങ്ങൾ ഇടുപ്പ് വേദനയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ നോക്കുക. അതുപോലെ നിങ്ങൾ ചൂട് വെക്കുന്നത് നല്ലതാണ്, നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കാനായിട്ടും നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതുപോലെ ഇടുപ്പ് വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് സംസാരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സപ്ലിമെന്റ്സ് എടുക്കണം. അതൊന്നും അല്ലാതെ പെയിൻ കില്ലേഴ്സ് നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ. അടുത്തത് കുറച്ച് വിയേർഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി സിംറ്റം ആണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ വന്നിട്ട് ഈ ഒരു പ്രഗ്നൻസി സിംറ്റം ഉണ്ടായി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് ആയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെന്ന് പറയുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോം ആണ്. ഇത് നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ കൈത്തണ്ടയിലാണ്. കൈത്തണ്ടയിൽ ഒരു ടണലാണ് ഈ കാർപ്പൽ എന്ന് പറയുന്ന ഒരു പോർഷൻ. ഈ ഭാഗത്ത് കൂടിയാണ് നമ്മുടെ ആ ഒരു ഹാൻഡിലോട്ടൊക്കെ വിരലുകളിലോട്ടുള്ള മസിൽസ് ഒക്കെ കടന്നു പോകുന്നത്. ഈ ഭാഗത്ത് വരുന്ന ഒരു വേദന അല്ലെങ്കിൽ ഒരു വീക്കം അല്ലെങ്കിൽ ഒരു മരവിപ്പ് പോലുള്ള ഒരു അവസ്ഥയാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. പ്രഗ്നന്റ് ആകുമ്പോൾ ബോഡി ഒരുപാട് വീക്ക് ആവുന്നുണ്ട്. നമ്മൾ പലരും പറയുന്നത് കേൾക്കുന്നുണ്ട്, പൂർവികരൊക്കെ അതുപോലെ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പറയാറുണ്ട്, നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോൾ ശരീരം എന്താ പറയുക ഉടഞ്ഞു പോവുക പറയുന്നത്, അല്ലെങ്കിൽ ഭയങ്കര പ്രഗ്നന്റ് ആകുമ്പോൾ ശരീരം കുറച്ചൊന്ന് ഇളയതായി പോവുക അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേദന അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ അതല്ലാതെ തന്നെ ഓൾറെഡി ശരീരഭാരം കൂടുതലുള്ള ആളുകളാണെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് ശരീരം അത് അഡാപ്റ്റ് ആവുന്നതിന് കുറച്ച് ചേഞ്ചസ് ഒരു കാലതാമസം എടുക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടോ നിങ്ങൾക്ക് ഇതുപോലുള്ള വേദന അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോഴേക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടുമെന്ന് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സർക്കുലേഷൻ കൂടുമ്പോഴേക്കും അതുമായിട്ട് നമ്മുടെ ശരീരം പൊരുത്തപ്പെടാനായിട്ട് ഒരു സമയമെടുക്കും. ആ സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗങ്ങളെല്ലാം വികസിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഹെവി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ ലൈറ്റ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള വേദന നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. സാധാരണയായിട്ടുണ്ടായ ബ്ലഡ് സർക്കുലേഷനേക്കാൾ ഒരു 30 to 40% വരെയെങ്കിലും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാറുണ്ട്. ഇതിങ്ങനെ ഫോഴ്സിൽ പമ്പിങ് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ചെറിയൊരു വേദനയും വീക്കവും ആ സമയത്ത് അനുഭവപ്പെടുന്നത് കേട്ടോ. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോഴേക്കും ശരീരത്തിൽ കൂടുന്ന റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺസിന്റെ പ്രവർത്തനം കൊണ്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വേദന പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ട് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങളുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഹോർമോൺസ് ഒക്കെ ഒന്ന് സ്റ്റേബിൾ ആയി കഴിയുമ്പോഴേക്കും ഈ ഒരു വേദന നിങ്ങൾക്ക് റിഡ്യൂസ് ആകാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് കൂടുതലുണ്ട് കേട്ടോ. കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടായി കഴിഞ്ഞാലും അതിപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ് ആയാലും പോസിറ്റീവ് ആയില്ലെങ്കിലും നിങ്ങൾ ഡോക്ടറെ സമീപിക്കണം. കാരണം അത്തരത്തിലുള്ള വേദനകൾ നമുക്ക് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിയും അതുപോലെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊക്കെ ഇത് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. കാർപ്പൽ ടണൽ സിൻഡ്രോം ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണമാണ്. എല്ലാവർക്കും ഈ ഒരു വേദന ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പെഷ്യലായിട്ട് ശരീരം കെയർ ചെയ്യണം കേട്ടോ. ചില ആളുകൾക്ക് ഇതിനോടനുബന്ധിച്ച് മറ്റു പല പ്രഗ്നൻസി ലക്ഷണങ്ങളും ഒപ്പം തന്നെ കാണാറുണ്ട്. ഏകദേശം നമുക്ക് ഈ പ്രഗ്നൻസി ലക്ഷണങ്ങളൊക്കെ കണ്ടുവരുന്ന സമയം എന്ന് പറയുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 to 12 ഡേയ്സിന് ശേഷമാണ്. ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസം മുതലാണ് ഇംപ്ലാന്റേഷന്റെ ഒരു പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അങ്ങനെ ഒരു റഫ് ഫിഗർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും 8ാമത്തെയോ 9ാമത്തെയോ 10ാമത്തെയോ ദിവസമായിരിക്കും ചിലപ്പോൾ ഇംപ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അതുകൊണ്ട് നേരത്തെ നിങ്ങൾക്ക് ഈ പ്രഗ്നൻസി ലക്ഷണങ്ങൾ കാണുന്നില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് പീരിയഡ് ഡേറ്റ് ഒക്കെ മിസ്സായി കഴിഞ്ഞിട്ട് ഏകദേശം ഫസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെ മിഡിൽ എത്തുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. ഓരോരുത്തരുടെയും ശരീരപ്രകൃതി ഡിഫറെന്റ് ആയതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ ഉണ്ടായില്ലെങ്കിലും ഉണ്ടായാലും നമുക്ക് പ്രഗ്നൻസി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.